ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു റൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഈ റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റൈസിൻ്റെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ പേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് മല്ലിയില, 1 തണ്ട് കറിവേപ്പില, 4-5 മിൻറ്റ് ലീവ്സ്, പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണ്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പേസ്റ്റാണ്. ഇത് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 3 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കിച്ചണിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഇനി വാഷ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മളിപ്പോൾ രാവിലെ ആക്കുന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി മാരിനേഷൻ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ പുഴുങ്ങിയെടുക്കലാന്ന്. ഓവർ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പാത്രത്തിൽ ബാക്കി വന്ന മസാല ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഈ പാത്രം മൂടി വെച്ചിട്ട് ഈ ചിക്കൻ പകുതി വേവാകുന്നവരെ നമുക്ക് പുഴുങ്ങിയെടുക്കണം. ആ സമയം നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഞാൻ ഈ മസാല നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസിന് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് ഇത്ര നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്താലും മതി. 4 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചിന്. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയ 5 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 5 വലിയ തക്കാളി കട്ട് ചെയ്തതാണ്. റഫായിട്ട് കട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ഈ തക്കാളി ഉടഞ്ഞ് കിട്ടുന്നവർ വെയിറ്റ് ആക്കണം. ആ സമയം നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായിന്ന് നോക്കാം. അത് പകുതി വേവാകുമ്പം ഓഫ് ചെയ്യണം ഫ്ലെയിം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 5 പച്ചമുളകാണ്. 5 പച്ചമുളക് ഞാൻ സ്ലിറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിന്. ചതക്കിയോ അല്ല പേസ്റ്റാക്കിയോ ഒന്നും വേണ്ട, സ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാല പൗഡറാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ചേർക്കുന്നത് 2 ടീസ്പൂണും തൈരാണ്. തൈരും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കാം. അങ്ങനെ നമ്മുടെ മസാല ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് സ്റ്റോക്ക് മാറ്റിയിട്ട് വെറും ചിക്കൻ ഇങ്ങനെ മാറ്റിയെടുക്കാം. സ്റ്റോക്ക് ആവശ്യമുണ്ട് കേട്ടോ, കളിയൊന്നും വേണ്ട. അത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. കുറേയൊന്നുമല്ല, ഡീപ്പ് ഫ്രൈ അല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം.
ഹാഫ് വേവ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ഹാഫ് വേവും കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കലാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കന് നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയും ചിക്കനും എല്ലാം സെറ്റായി. ഇനി വേണ്ടത് റൈസാണ്. ഈ റൈസിന് നല്ലത് സെല്ല റൈസാണ്. പക്ഷേ നമുക്ക് പേഴ്സണലി ചെറിയ അരി ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ചെറിയ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 കിലോ ചെറിയ അരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സെല്ല റൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇത് നമുക്ക് നല്ല പോലെ കഴുകിയിട്ട് ഇതുപോലെ വെള്ളം ആറാൻ വേണ്ടിയിട്ട് വെക്കാം. 1.5 കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കണ്ട. ഞങ്ങൾക്ക് 7 ഗ്ലാസ് അരിയാണ് കേട്ടോ കിട്ടീന്. ഞാൻ ഗ്ലാസ് കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിൽ 7 ഗ്ലാസ് അരിയാണ് കിട്ടീന്. അപ്പോൾ നമുക്ക് ഡബിൾ വെള്ളമാണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഡബിൾ എടുക്കുന്നില്ല കേട്ടോ. എനിക്ക് 3 ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 14 ഗ്ലാസ് അല്ല, 11 ഗ്ലാസ് വെള്ളവും 3 ഗ്ലാസ് സ്റ്റോക്കുമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ മാറ്റിവെച്ച ചിക്കൻ സ്റ്റോക്കാണ്. അതും കൂടി ഈ വെള്ളത്തിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 നാരങ്ങയുടെ നീരാണ്. 2 നാരങ്ങയുടെ നീര് ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണ്ടത് ചിക്കൻ ക്യൂബ്സ് ആണ്. മാഗിയുടെ 2 ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. 2 ബേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4-5 ഏലക്ക, പിന്നെ കറാമ്പ് ഒരു 5-6 കറാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. പിന്നെ അരി ഇട്ടിട്ട് അന്നേരം ഒന്നും മൂടി വെക്കല്ല കേട്ടോ. വെള്ളം ഏകദേശം വറ്റി വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഏകദേശം വറ്റി വരുമ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല റൈസ് കിട്ടും. ഇങ്ങനെ ഉണ്ട കെട്ടാതെ നല്ല റൈസ് കിട്ടും. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ റൈസിന് പകുതി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. റൈസിൻ്റെ നേരെ പകുതി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിയെല്ലാം ഒന്ന് ലെവലാക്കി വെക്കാം. അപ്പോൾ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയും ചിക്കനുമാണ്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരുപോലെ ലെവലാക്കി എടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. കഴിഞ്ഞിട്ടാ കുറച്ച് സൂത്രം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അതിൻ്റെ മേലേക്കായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇതുപോലെ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി നല്ലപോലെ പശുനെയ്യിൽ വറുത്തത് അതിൻ്റെ മേലെ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി റൈസിൻ്റെ നടുക്കായിട്ട് ഒരു കുഞ്ഞ് സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുക വരുന്ന സമയം പെട്ടെന്ന് തന്നെ നമ്മൾ മൂടി അടച്ചു വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയം വേണം നമുക്ക് ആ ചാർക്കോൽ എടുത്ത് മാറ്റാൻ. നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ ബിരിയാണിയും നെയ്ച്ചോറിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരേക്കും ബൈ.